ഭൂതകാലത്തിൽ വളരെ പ്രിയപ്പെട്ടതും വർത്തമാനകാലത്തിൽ വളരെ പേടിപ്പിക്കുന്നതുമായി തീർന്ന ഭാരതമാതാവ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത അപഗ്രഥനം നിർവഹിക്കാനാണ് ഞാൻ എൻ്റെ ഈ ചെറിയ സമയം. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ നടന്നു കഴിഞ്ഞ സ്ഥിതിക്ക് തുടർന്നും വളരെ പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. ആദ്യമായി ആലോചനയ്ക്ക് വിധേയമാക്കേണ്ടത് ഞാൻ വിചാരിക്കുന്നത് ഭാരതം എന്നുള്ളതല്ല, മറിച്ച് മാതാവ് എന്നുള്ളതാണ്. ആരാണ് സത്യത്തിൽ മാതാവ്? മാതാവ് എന്നതിന് പരിമിതമായ തലത്തിൽ രണ്ടർത്ഥങ്ങൾ നമുക്ക് നൽകാവുന്നതാണ്. ഒന്ന്, ഒരു ജൈവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തീർച്ചയായിട്ടും ജനിപ്പിക്കുന്നവൾ, പ്രസവിക്കുന്നവൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഒരു ജൈവ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാം മാതാവ്, അതൊരു സ്ത്രീലിംഗ പരികൽപ്പനയാണ്. ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും വളരെ ആദരിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. മറ്റൊന്ന്, അതിൻ്റെ ഒരു സാംസ്കാരിക തലമാണ്. സാംസ്കാരിക തലം എന്ന് പറയുമ്പോൾ അത് വ്യക്തമാക്കാൻ നമ്മുടെ നാടൻ കഥകളും സാഹിത്യകൃതികളുമൊക്കെ ഉണ്ട്. ബ്രത്തിൻ്റെ കോക്കേഷ്യൻ ചോക്ക് സർക്കിൾ എന്ന പ്രശസ്തമായ നാടകത്തിൽ ഒരു കുട്ടിയുടെ അവകാശം ഉന്നയിച്ചുകൊണ്ട് രണ്ട് മാതാക്കൾ ന്യായാധിപന് മുമ്പിലെത്തുന്ന ഒരു പഴയ കഥയുണ്ട്. രണ്ടുപേരും പറയുന്നു, ഈ കുട്ടി ഞങ്ങളുടേതാണ്. എന്തു ചെയ്യും എന്നറിയാതെ ന്യായാധിപൻ വിധി പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം ഒരു വൃത്തം വരച്ചിട്ട് ആ വൃത്തത്തിൽ ആ കുട്ടിയെ കിടത്തിയിട്ട് കുട്ടിയെ രണ്ടായിട്ട് പകുത്ത് രണ്ട് മാതാക്കൾക്കുമായി തുല്യമായ രീതിയിൽ കൊടുക്കാൻ പോവുകയാണ്. അല്ലാതെ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടുപേർക്കും തെളിവുകളുണ്ട്. കുട്ടീൻ്റെ അവിടുത്തെ മറുക്, ഇവിടുത്തെ പുള്ളി, രണ്ടുപേരും പറയുന്നത് കൃത്യമാണ്. രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. വേണമെങ്കിൽ ഇങ്ങനെ വിധിക്കാം, 6 മാസം ഒരാൾ നോക്കട്ടെ, പിന്നെ 6 മാസം വേറൊരാൾ നോക്കട്ടെ, അങ്ങനെ കുറേ 6 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരാണ് നല്ലോണം നോക്കുന്നതെന്ന് കുട്ടി നോക്കിയിട്ട് കുട്ടി ആരുടെ കൂടെയാണോ നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് നിൽക്കട്ടെ എന്നൊക്കെ തീരുമാനിക്കാം. പക്ഷെ അതിനൊന്നും ആർക്കും ക്ഷമയില്ല. അപ്പോൾ ന്യായാധിപൻ രണ്ടായിട്ട് മുറിക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരു സ്ത്രീ തൻ്റെ നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വേണ്ട, അവള് തന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് ആ കുട്ടിയെ പോറ്റിയ സ്ത്രീയായിരുന്നു. പെറ്റ സ്ത്രീയാണ് ആ കുട്ടി പകുത്താലും വേണ്ടില്ല, വിട്ടുകൊടുക്കില്ല എന്ന തീരുമാനം എടുത്തത്. എന്നാൽ പോറ്റിയ സ്ത്രീ അരുത്, അവൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കോട്ടെ, അവൾ ശരിക്കും നോക്കിയാൽ മതി, എനിക്ക് ഉടമസ്ഥതാവകാശമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. സത്യത്തിൽ ആരാണ് മാതാവ്? പ്രസവിക്കുന്നവളാണോ ശരിക്കും പോറ്റുന്നവളാണോ എന്ന വല്ലാത്തൊരു ചോദ്യം മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ച് തന്നെ ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ച് ഈ ചോദ്യം എത്ര സങ്കീർണമായിരിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഒരു രാഷ്ട്രത്തിലെ മുഴുവൻ പൗരരെയും അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും സംരക്ഷിക്കുക എന്നതാണ് മാതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ആ ദൗത്യം നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമാണ് മാതാവ് എന്ന പരികൽപ്പന വിശകലനം ചെയ്യുമ്പോൾ പ്രധാനം. അതിന് പകരം കുട്ടിയെ വെട്ടിമുറിച്ചാലും വേണ്ടില്ല, എൻ്റെ ഉടമസ്ഥത കൊലച്ചിൽ തട്ടരുത് എന്നാണ് നാം കരുതുന്നതെങ്കിൽ ആ മാതൃത്വം ആദരിക്കപ്പെടേണ്ടതല്ല എന്ന് വളരെ വിനയത്തോടെ പ്രഖ്യാപിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇതിനൊരു മറുപുറമുണ്ട്. അത് കുറച്ചുകൂടി സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഞാനൊരു ചോദ്യം മാത്രം ഉന്നയിക്കാം. പ്രസവിക്കാത്തൊരു സ്ത്രീ പ്രതിയാകുമോ? ഈ ചോദ്യം പ്രധാനമാണ്. കാരണം പ്രസവിച്ചാലാണ് ഒരു സ്ത്രീ മാതാവാവുക. മാതാവാകുന്നില്ല എന്നൊറ്റ കാരണം കൊണ്ട് ഒരു സ്ത്രീ പ്രതിയാകുമോ? പ്രതിയാവില്ല എന്നുറപ്പാണ്. അതുകൊണ്ട് ഭാരതത്തെക്കുറിച്ചുള്ള ഒരാലോചനയിൽ തീർച്ചയായിട്ടും ഈ മാതാവ് എന്ന പരികൽപ്പന എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്ന് നാം പരിശോധിക്കണം. വ്യക്തി ജീവിതത്തിൽ നമുക്ക് വളരെ കൃത്യമായി വിശദീകരിക്കാൻ പറ്റും. പക്ഷെ അപ്പോഴും പ്രശ്നമുണ്ട്. വ്യക്തി ജീവിതത്തിൽ പോലും പ്രസവിക്കുന്നില്ല എന്നതുകൊണ്ട് കുറ്റവാളിയാവുകയില്ല. 2-3 വിധം കാരണങ്ങളാൽ പ്രസവിക്കാതിരിക്കാം. ആരോഗ്യപരമായ കാരണം കൊണ്ട് പ്രസവിക്കാതിരിക്കാം, പ്രസവിക്കണ്ട എന്ന് തീരുമാനിച്ച് പ്രസവിക്കാതിരിക്കാം, പലതും. അത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നമാണ്. അതാണ് വ്യക്തികളുടെ കാര്യമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം
ഒരു പക്ഷേ ഞാൻ ഇപ്പോൾ പറഞ്ഞത് മറ്റൊരു സംവാദത്തിൻ്റെ വിഷയമാണ്. ഇന്ത്യ ബാർ ഭാരതം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ജനാധിപത്യ ജീവിതത്തിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന ബാറല്ല, മറിച്ച് നമ്മൾ എഴുതുമ്പോൾ ഒക്കെ വിശകലന സൗകര്യത്തിന് വേണ്ടി ഇടുന്നൊരു വരയെ സൂചിപ്പിക്കാനാണ് ഈ ബാർ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കട്ടെ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ വര ബാർ ഭാരതം എന്നുള്ളതും സത്യത്തിൽ വലിയൊരു ആലോചന ആവശ്യപ്പെടുന്നുണ്ട്. അതിൻ്റെ മുമ്പേ മാതാവ് എന്ന പരികല്പന ഒരു രാഷ്ട്രത്തിന് ഇന്ത്യക്ക് എവിടെ നിന്നാണ് വന്നത്? നമ്മളിൽ പലരും കരുതുന്ന പോലെ അതിന് വലിയ പഴക്കമൊന്നുമില്ല. അത് വന്നത് ഏറെക്കുറെ 1875 ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന് പറയുന്ന പ്രശസ്തം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒരു നോവൽ എന്ന നിലയിൽ ആനന്ദമഠം തീർച്ചയായിട്ടും പ്രസക്തം തന്നെയാണ്. എന്നാൽ അതേസമയം ബ്രിട്ടീഷ് പക്ഷപാതിയായിരുന്ന ബങ്കിം ചന്ദ്ര ചാറ്റർജി അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും എഴുതിയ ആ നോവലിൽ വർഗീയമായ വിഭാഗീയമായ അവതരണവും കടന്നു വന്നിരുന്നു എന്ന് വ്യക്തമാണ്. ആ നോവലിലാണ് ഭാരതമാതാവ് എന്ന ഒരു ആശയം രൂപപ്പെട്ട് വരുന്നത്. തീർച്ചയായിട്ടും അന്ന് മുതൽ ഇന്ത്യയിൽ അതേക്കുറിച്ച് സംവാദങ്ങളും ആലോചനകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോഴും തുടരുകയാണ്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാതാവ് എന്നോ ഭാരതമാതാവ് എന്നോ ഒരു പദം പ്രയോഗിക്കണോ വേണ്ടയോ എന്നതല്ല സംവാദ വിഷയം. മറിച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിലെ ജനതയെ സംരക്ഷിക്കുക, അവിടെയാണ് അതിൻ്റെ ദേശീയത എന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. 1984 ഭോപ്പാലിലെ യൂണിയൻ കാർബൈഡ് കമ്പനി, ഓരോ ഇന്ത്യക്കാരനും അനിവാര്യമായും ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ് 1984 ഡിസംബർ 2 അർദ്ധരാത്രി. ആ അർദ്ധരാത്രിയിൽ ആളുകളെല്ലാം, മിക്കവാറും മനുഷ്യർ കൂർക്കം വലിച്ചുകൊണ്ട് ഉറങ്ങിക്കൊണ്ടിരിക്കെ, കൂർക്കം വലിക്കാതെ ഉറങ്ങാവുന്നതാണ്, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കെ കൂർക്കം വലിക്കുന്നത് നമ്മൾ കേൾക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. പെട്ടെന്നാണ് ഈ ടാങ്ക് പൊട്ടിയിട്ട്, യൂണിയൻ കാർബൈഡ് കമ്പനിയിലെ ടാങ്ക് പൊട്ടിയിട്ട് മിഥൈൽ ഐസോസൈനേറ്റ് എന്ന വാതകം, അതാണ് യൂണിയൻ കാർബൈഡ് 7 എന്ന കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അത് വ്യാപകമായിട്ട് വായുവിൽ കലരുകയും ആയിരക്കണക്കിന് ആളുകൾ മരിക്കുകയും കുഴഞ്ഞു വീഴുകയൊക്കെ ചെയ്യുമ്പോൾ ഭോപ്പാലിലെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ, അത്ഭുതകരമായൊരു കാര്യമാണ്, ഭോപ്പാലിലെ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ഈ സമയത്ത് വളരെ വേഗത്തിൽ തീവണ്ടികൾ തിരിച്ചു വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അയാൾ മരിച്ചു വീണു. ഇന്ത്യൻ ദേശീയതയുടെ അഭിമാനമാണ് തീർച്ചയായിട്ടും. പേരറിയാത്ത ആ ഭോപ്പാലിലെ സ്റ്റേഷൻ മാസ്റ്റർ, അയാളുടെ ജാതി അറിയില്ല, മതം അറിയില്ല, ഒന്നും അറിയില്ല. നമുക്ക് ആകെക്കൂടി അറിയാവുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഈ വിഷപ്പുക ശ്വസിച്ച് മരിച്ചുകൊണ്ടിരിക്കെ തൻ്റെ മരണം പരിഗണിക്കാതെ വണ്ടി തിരിച്ചുവിട്ട് അവിടെ മരിച്ചു വീണ ആ സ്റ്റേഷൻ മാസ്റ്റർ ഇന്ത്യൻ ദേശീയതയുടെ ഭാഗമാണ്. എന്നാൽ ആ യൂണിയൻ കാർബൈഡ് കമ്പനിയും ആ കമ്പനിയുടെ ചെയർമാൻ വാറൻ ആൻഡേഴ്സണും ആ വാറൻ ആൻഡേഴ്സണ് സകലവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത ഇന്ത്യൻ സർക്കാരും ചുരുങ്ങിയത് ആ സമയത്തെങ്കിലും ദേശീയ താല്പര്യം ബലി കഴിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ദേശീയത വിശകലനം ചെയ്യേണ്ടത് ആളുകൾ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങാൻ ഓടിപ്പോകുന്ന ഒരു മനുഷ്യനെ വഴിയിൽ തടഞ്ഞു നിർത്തി ചവിട്ടി ഭാരതമാതാ കി സിന്ദാബാദ് വിളിയട എന്ന് കൽപ്പിക്കുന്നത് ദേശീയതയല്ല, മറിച്ച് അത് ദേശീയതയുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പലാണ്. അതല്ല ദേശീയത. മരുന്ന് വാങ്ങാൻ പോകുന്ന ആളെ ആ ഓട്ടത്തിൽ അയാളെ സഹായിച്ച് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു ദേശീയതയാണ്. അതല്ലാതെ വിവിധ ജോലികൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ മനുഷ്യരെ തടഞ്ഞു നിർത്തി ബലാത്കാരമായി വിളിപ്പിക്കേണ്ട ഒരു മുദ്രാവാക്യമല്ല സത്യത്തിൽ ഭാരത് മാതാ കി ജയ് എന്നുള്ള മുദ്രാവാക്യം. ഓരോ ഇന്ത്യക്കാരൻ്റെയും മനസ്സിൽ ഉയർന്നു വരുന്നൊരു മുദ്രാവാക്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളോ ശക്തി പ്രയോഗിച്ച് വിളിപ്പിക്കേണ്ടതല്ല. ഞാൻ രണ്ടാമത്തെ പ്രശ്നം ഉന്നയിക്കുന്നത് ഭാരതം എന്ന പേരിനെ കുറിച്ചാണ്. സത്യത്തിൽ ഭാരതം എന്ന പേര് തർക്കപ്രശ്നമായി തുടരുകയാണ്. ഭരതൻ എന്ന രാജാവിൻ്റെ പിന്തുടർച്ചക്കാർ എന്ന രീതിയിൽ ഇന്ത്യക്കാരെ ഭാരതീയർ എന്ന് വിളിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ഉചിതമാവുക
നമ്മുടെ ജീവിതത്തിൻ്റെ ആർദ്രതയായി ഒഴുകുന്ന സിന്ധു നദിയുടെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ എന്നിങ്ങനെയുള്ള പേരല്ലേ എന്ന ചോദ്യം ഈ 2016 ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് മൗലികമായ പഠനം നടത്തിയ ഒരുപക്ഷെ ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ പല പുസ്തകങ്ങളിൽ ഒന്ന് AR ദേശായിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ നാഷണാലിസം, ഇന്ത്യൻ ദേശീയതയുടെ സാമൂഹ്യ പശ്ചാത്തലം എന്ന പുസ്തകമാണ്. അദ്ദേഹം തന്നെ ഒരു ചെറിയ പുസ്തകം എഴുതിയിട്ടുണ്ട്, റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ നാഷണാലിസം, ഇന്ത്യൻ ദേശീയതയുടെ സമീപകാല പ്രവണതകൾ. അതിൽ അദ്ദേഹം പറയുന്നത് റീനെയിമിംഗ് ഓഫ് ഇന്ത്യ ആസ് ഭാരത് ഇൻ ട്യൂൺ വിത്ത് ഓൾഡ് ഹിന്ദു ട്രഡീഷൻ. അതായത് പുനരുദ്ധാരണം, റിവൈവലിസത്തിന്റെ പട്ടിക നൽകുമ്പോൾ അതിൽ AR ദേശായി ഒന്നാമതായി നൽകിയത് ഇന്ത്യ എന്ന രാജ്യത്തെ പഴയ പുനരുത്ഥാന പതിവനുസരിച്ച് ഭാരതം എന്ന് വിളിക്കുന്നത് പുനരുത്ഥാനത്തിന്റെ ഭാഗമാണ്, അത് നവോത്ഥാനത്തിന്റെ ഭാഗമല്ല എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് AR ദേശായി ഇന്ത്യൻ ദേശീയതയെക്കുറിച്ചുള്ള മൗലികമായ പഠനത്തിൽ സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ എന്നും ഭാരതമെന്നും പറയാവുന്നതാണ്. നെഹ്റു എഴുതിയ പുസ്തകത്തിന്റെ പേര് ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നാണ്, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് തന്നെയാണ് അദ്ദേഹം എഴുതിയത്. എന്നാൽ മലയാളത്തിന്റെ പ്രിയ കവി ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. EMS എഴുതിയത് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നാണ്. അങ്ങനെ നമുക്കൊരു കേരള മാതാവും വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ് ഭാരതമാതാവിനോടൊപ്പം, ഒരു തമിഴ് മാതാവും കൂട്ടിച്ചേർക്കാവുന്നതാണ് ഭാരതമാതാവിനോടൊപ്പം. കാരണം 12 വൻകിട ദേശീയതകളും നിരവധി ഉപദേശീയതകളും അടങ്ങിയ ഒരു രാഷ്ട്ര സമുച്ചയത്തെയാണ് നാം സൂക്ഷ്മാർത്ഥത്തിൽ ഇന്ത്യൻ ദേശീയത എന്ന് വിളിക്കുന്നത്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത, ഒറ്റ ഭാഷ മാത്രമുള്ള, ഒറ്റ മതം മാത്രമുള്ള, ഒറ്റ ജീവിത രീതി മാത്രമുള്ള, ഒറ്റ സാംസ്കാരിക പിന്തുടർച്ച മാത്രമുള്ള ഒരു ജനതയല്ല സത്യത്തിൽ ഇന്ത്യൻ ജനത. മറിച്ച് നിരവധി ഭാഷകൾ, പലവിധ കണക്കുകളാണ്. പുസ്തകം നോക്കിയാൽ നമ്മൾ അന്തം വിടും. ചില പുസ്തകങ്ങളിൽ 325 ഭാഷകളാണ്, ചിലതിൽ 400-ലധികമാണ്. അതുപോലെ തന്നെ ജാതിയുടെ കണക്കെടുത്താൽ നമ്മൾ അത്ഭുതപ്പെടും. 4000 എന്നും 6000 എന്നും ഒക്കെ പറയുന്ന തരത്തിൽ നിരവധി സാമൂഹ്യ വിഭാഗങ്ങൾ, നിരവധി ഭാഷകൾ, നിരവധി മതങ്ങൾ, മതരഹിതർ, ഇതൊക്കെ കൂടി ചേർന്ന ഇന്ത്യൻ ജനതയാണ്. മലയാളി ദേശീയതയെക്കുറിച്ചും തമിഴ് ദേശീയതയെക്കുറിച്ചും ഒക്കെ പറയുന്നത് ഒരുപക്ഷെ വിഘടനവാദപരമാകുമെന്ന് ഇപ്പോഴത്തെ വൈകാരിക ദേശീയ ഭ്രാന്തിൽ ചിലർക്ക് തോന്നും. പക്ഷെ ദേശീയതയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല. നമുക്ക് മനസ്സിലാവും നമ്മുടെ ഇന്ത്യൻ അനുഭവം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിലൂടെ രൂപം കൊണ്ടതാണ്. സാമ്രാജ്യത്വ വിരുദ്ധമായ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് കേരളീയർക്ക് മലയാളത്തിലൂടെ, തമിഴർക്ക് തമിഴിലൂടെ, മഹാരാഷ്ട്രക്കാർക്ക് മഹാരാഷ്ട്ര ഭാഷയിലൂടെ, ബംഗാളികൾക്ക് ബംഗാളി ഭാഷയിലൂടെ, ഇങ്ങനെ പങ്കുവെക്കുന്ന അനുഭവങ്ങളുടെ ഒരാകത്തുകയാണ് ഒരു ഏകദേശ കണക്കിൽ നമ്മൾ ദേശീയത എന്ന് വിളിക്കുന്നത്. ഞാൻ ഏകദേശ കണക്ക് എന്നൊക്കെ കൃത്യമായി തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാരണം സങ്കീർണമാണ് നമ്മുടെ ദേശീയതയെക്കുറിച്ചുള്ള ആലോചന. അത് ഏതെങ്കിലും ഒരു മുദ്രാവാക്യം മാത്രമായി നാം തെറ്റിദ്ധരിക്കാൻ പാടില്ല. അതിന് ഏതെങ്കിലും ഒരു മുദ്രാവാക്യം ആയി തീരാൻ കഴിയുമെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന സകലമാന മനുഷ്യരുടെയും ജനാധിപത്യ ജീവിതം, ഇന്ത്യയിൽ ജീവിക്കുന്ന തമിഴരുടെയും മലയാളികളുടെയും വിവിധ മതക്കാരുടെയും ഒക്കെ ജനാധിപത്യ ജീവിതത്തിന്റെ ഒരു ചുരുക്കമാണ് ഇന്ത്യൻ ദേശീയത. ആയിരിക്കേണ്ടതാണ് ഇന്ത്യൻ ദേശീയത. അതുകൊണ്ട് ഈ പേരിനെ കുറിച്ച് തന്നെ സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് JNUവിൽ നടക്കുന്ന ദേശീയ സംവാദത്തിന്റെ ചുരുക്കം. ഞാൻ പറഞ്ഞു വരുന്നത് ദേശീയത ഉൾപ്പെടെ എന്തും സംവാദത്തിന്റെ ഒരു വിഷയമായിട്ട് മാറേണ്ടതുണ്ട്. വ്യത്യസ്തതകൾ എന്ന് പറയുന്നത്, വിയോജിപ്പുകൾ എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യമല്ല, അതൊരു അപരാധമല്ല. അത് ഓരോ മനുഷ്യന്റെയും സ്വയംബോധ്യത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നതാണ്. അതിന് സ്വാതന്ത്ര്യം അനുവദിക്കുന്നതാണ് ജനാധിപത്യം. അങ്ങനെയാണ് നാം ദേശീയത കാണേണ്ടത്. ഇനി ഇത് അവസാനിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ദേശീയത എന്ന് നമ്മൾ പറയുമ്പോൾ അത് അനാദിയായ ഒന്നല്ല. ഇന്ത്യൻ ദേശീയത എന്നൊക്കെ പറയുന്നത്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യ 200 കൊല്ലക്കാലം ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇന്ത്യ 521 565 നാട്ടുരാജ്യങ്ങളായി.
ഈ 2 കണക്ക് ഞാൻ പറയുന്നത് രാമചന്ദ്ര ഗുഹയുടെ പുസ്തകത്തിൽ ഈ 2 കണക്ക് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 500-ലേറെ നാട്ടുരാജ്യങ്ങളായി പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഇന്ത്യൻ യൂണിയൻ എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെയാണത് രൂപം കൊള്ളുന്നത്. എന്നാൽ ഇന്ത്യ എന്നുള്ളത്, ഭാരതം എന്നുള്ളത് വിഷ്ണു പുരാണത്തിൽ, പത്മപുരാണത്തിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും കരുതുന്നവരുണ്ട്. അതും നമുക്കിതിനോടൊപ്പം